ദൈവവചനം ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ ലഭ്യമാക്കുന്ന ബൈബിൾ ഓൺ മൊബൈൽ ആപ്പിലൂടെ ആത്മീയ ദൗത്യത്തിന് പുതിയ മാതൃക നൽകിയ ഫാദർ ജോസ് കുട്ടി SDBക്കും സാങ്കേതിക വിദ്യയുടെ ശക്തി സുശേഷത്തിനായി വിനിയോഗിച്ച എലോയ്റ്റ് ഇന്നൊവേഷൻ CEO തോംസൺ ഫിലിപ്പിനും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആദരം. ലിപി പോലുമില്ലാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി ഭാഷകളിൽ ദൈവവചനം ലഭ്യമാക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹത്തിൽ ആരംഭിച്ച ഈ ദൗത്യം ഇന്ന് അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ ലോകോത്തര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി വളർന്നിരിക്കുന്നു. വിശ്വാസവും സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ ഉത്ഭവിക്കുന്ന മാറ്റത്തിൻ്റെ തെളിവായി ബൈബിൾ ഓൺ മാറിയിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലാണ് എന്നെ ആദ്യമായിട്ട് എൻ്റെ പ്രൊവിൻഷ്യൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. ബൊർദൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് അസിസ്റ്റൻ്റ് വേരിയായിട്ട് ഞാൻ ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ആകെ ഉള്ളത് ഒരു പാട്ടുപുസ്തകവും അതുപോലെ തന്നെ ബൈബിളും അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ ഒരു അൽമായനാണ് ബൈബിള് ഉണ്ടാക്കിയത്. പിന്നെ ഒരച്ഛൻ അവിടെ കുറച്ച് പാട്ടുപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവിടെ അച്ഛന്മാർക്ക് ആർക്കും അവരുടെ ഭാഷയിൽ ബൈബിള് വായിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ഭാഷ സംസാരിക്കുവാനോ പ്രാർത്ഥനകൾ ചൊല്ലുവാനോ അവിടുത്തെ ഒരു അച്ഛനോ ഒരു സിസ്റ്റർമാർക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ പ്രസംഗം പറയുന്നത് അവിടുത്തെ ആരെങ്കിലും ഭാഷ അറിയാവുന്ന ആരെങ്കിലും ആൾക്കാർ അവരുടെ ഭാഷയിലേക്ക് തർജിമ ചെയ്യുവാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പറയുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും അരമണിക്കൂർ 3/4 മണിക്കൂറാകും. നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് അത് പലപ്പോഴും 2-3 സെൻറ്റൻസുമായിട്ടായിരിക്കും അവിടെയുള്ളവർ തർജിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസം വളരണമെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ അവർ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരുടെ ഭാഷയിലെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ടല്ല ആൾക്കാർ അവർക്ക് തിരിച്ച് തർജിമ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനകത്ത് പലപ്പോഴും ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കുറച്ച് ഞാൻ അവിടുത്തെ ഭാഷയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അന്നാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായത്. ഈ എഴുതിയിരിക്കുന്ന ബൈബിളും അവർക്ക് പലർക്കും വായിക്കാൻ അറിയത്തില്ല. കാരണം അവരുടെ ഭാഷയിലെ ലിപികളില്ല. അതുപോലെ തന്നെ അവരുടെ ഭാഷ ഒരു ടോണൽ ലാംഗ്വേജാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പാട്ട് പാടുന്ന പോലെയൊക്കെ ഇരിക്കും. അത് കറക്റ്റ് ട്യൂണിൽ പറഞ്ഞില്ലെങ്കിൽ അതിന് അർത്ഥങ്ങൾ മാറി വരാം. അപ്പോൾ ഞാൻ പതുക്കെ ഒരു ചെറിയൊരു ഐഡിയ തോന്നി. ക്രിസ്മസിന് കുറച്ച് ദിവസം മുമ്പ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ ഉള്ള ഇൻഫൻസി നരേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിനെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഈ വായിച്ച് റെക്കോർഡ് ചെയ്ത് ആൾക്കാർ കൊടുത്തുകൂടാ എന്നൊരു ചുമ്മാ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇത് റെഗുലറായിട്ട് വായിക്കുന്ന ഒരു ചേച്ചീനെ വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ കമ്പ്യൂട്ടറിൽ ഇത് വായിപ്പിച്ച് റെക്കോർഡ് ചെയ്തിട്ട് AR റഹ്മാൻ്റെ റോജായിലേക്ക് മ്യൂസിക് വളരെ അട്രാക്റ്റീവുള്ള മ്യൂസിക്കാണ്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ഞാൻ ഇത് ഒരു ചെറിയ ഫയൽ ഉണ്ടാക്കി പള്ളിയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ കുർബാനയ്ക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ആ വില്ലേജിൽ അന്ന് എന്തോ ഒരു 300-320 കുടുംബങ്ങളുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ വീടും കത്തോലിക്ക കുടുംബങ്ങളായിരുന്നു. അപ്പം അവർക്ക് കേൾക്കാൻ വേണ്ടി പള്ളി ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലേക്കും ഇത് കേൾക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് ഇട്ട് അവരെ ഒരു ഞായറാഴ്ച കേൾപ്പിച്ചു. അടുത്ത ഞായറാഴ്ച എനിക്കുണ്ടായ വലിയൊരു സർപ്രൈസ്. അടുത്ത ഞായറാഴ്ച ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 കുറച്ച് പ്രായമായ അപ്പച്ചന്മാരും ഒരു 10-20 അമ്മച്ചിമാരും സാധാരണയിൽ വിപരീതമായിട്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ച്, നിങ്ങളെന്തിനാ ഇത്ര നേരത്തെ പള്ളിയിൽ വന്നു? അപ്പോൾ അവർ പറഞ്ഞ് ഇത് കേൾക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് എനിക്കതിൻ്റെ ഉപകാരം മനസ്സിലായി. ഞാൻ വീണ്ടും പള്ളിയിൽ അങ്ങനെ കണക്ട് ചെയ്തു. അത് അവരെ കേൾപ്പിക്കാൻ തുടങ്ങി. എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ അടുത്ത ഇടവക ചെല്ലുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി വേറൊരു ഭാഷയാണ്, നിഷി ഭാഷ എന്ന് പറയുന്നൊരു ഭാഷയാണ്. ഇവിടെ ഇത് നൊക്തേ ഭാഷയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഭാഷയിൽ നിന്ന്. തമ്മിൽ ഒരു സാമ്യവും ഇല്ല. അപ്പോൾ അവിടെയും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ കുറച്ച് കുട്ടികളുടെയും ഇടവക്കാരുടെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു 4-5 മാസത്തോളം ഇരുന്ന് ഈ ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ച് ഈ പുതിയ നിയമം മുഴുവൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ ഞങ്ങൾ ഈ ജീസസ് യൂത്തിലെ റെക്സ് ബാൻഡിനെ കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ഞങ്ങളിതൊരു CD ആക്കി അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് ആക്കി ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞ് പോയപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് CDയും പെൻഡ്രൈവും ഒക്കെ, കാരണം CDയും പെൻഡ്രൈവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ മിസ്റ്റർ തോംസൺ, എലോയ്റ്റ് ഇന്നൊവേഷൻസിലെ മിസ്റ്റർ തോംസൺ, ഞാനൊരു തോമസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തോമസ് നമുക്കിത് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഒരു ആപ്പ് ഉണ്ടാക്കണം ഇതിനു വേണ്ടി, ഈ 2 ഭാഷയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഷയിലുള്ള ബൈബിളിന് മെയിനായിട്ട്, പിന്നെ നമുക്ക് വേറൊരു ഭാഷയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം.
അങ്ങനെ തോംസൺ അത് ഉണ്ടാക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. ബൈബിൾ ഇൻ ടങ്സ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ആപ്പ് ഞങ്ങൾ ചെയ്തത്. അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പം ആൾക്കാർ 5000-6000 പേരൊക്കെയാണ് പതുക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിനുശേഷം കൂടുതൽ ആൾക്കാർ വരാൻ നേരത്ത് ഞങ്ങൾക്കും അറിയാമായിരുന്നു അത് കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരുമ്പോഴത്തേനും അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ആ ആപ്പിന് അന്നേരം ഉണ്ടായിരുന്നില്ല. സോ അപ്പം ഞങ്ങൾ അച്ഛനോട് ചർച്ച ചെയ്തു. അവിടെ വെച്ച് ഞാൻ അരുണാചൽ പ്രദേശ് വെച്ച് ചർച്ച ചെയ്തു, അച്ഛൻ നമുക്ക് ഒരു ഭാഷ മാത്രം ആക്കണ്ട, നമുക്ക് ലോകത്തിലുള്ള എല്ലാ ട്രൈബൽ ഭാഷകളും കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ആപ്പായിട്ട് നമുക്കിതിനെ മാറ്റണം. സ്വന്തം ഭാഷയിൽ ആദ്യമായിട്ട് വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ വചനം കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ്, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഞങ്ങൾ ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു പുതിയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം. ലോകത്തിൽ ഒരേ സമയത്ത് 1 കോടി ആൾക്കാർ വചനം കേട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും സ്മൂത്തായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ബിൽഡ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ബൈബിൾ ഇൻ ടങ്സിനെ അതിനെ ഒന്ന് റീവാമ്പ് ചെയ്ത് അതിൻ്റെ ടെക്നോളജികൾ മുഴുവൻ മാറ്റി ആദ്യം തൊട്ട് ഞങ്ങൾ ഒരു പുതിയൊരു ആപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെയാണ് ബൈബിൾ ഓൺ ആപ്പിൻ്റെ ഒരു പിറവി. സോ അതിനുശേഷം അവിടുന്ന് തന്നെയുള്ള അരുണാചൽ പ്രദേശിലും നോർത്ത് ഈസ്റ്റുമുള്ള കുറച്ച് ഭാഷകൾ കയറ്റി. ഇംഗ്ലീഷിൻ്റെ ഞങ്ങൾക്ക് പല വേർഷൻസ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് അങ്ങനെ ലോകത്തിലെ പല സ്ഥലത്തുനിന്നുമുള്ള പല ഭാഷകൾ ജോസ് കുട്ടിയച്ചനും നമ്മുടെ ഓഫീസിൽ അതിന് കോർഡിനേറ്റ് ചെയ്യാനുള്ള ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് കൂടുതൽ ഭാഷകൾ കളക്ട് ചെയ്തു, ഈ ആപ്പിൻ്റെ അകത്ത് കയറ്റി. അരുണാചൽ പ്രദേശിലും അങ്ങനെ നോർത്ത് ഈസ്റ്റുമുള്ള പല സ്ഥലത്ത് അച്ഛൻ മുൻകൈ എടുത്ത് ഒത്തിരി സ്ഥലത്ത് ആൾക്കാരെ കണ്ടുപിടിച്ച് വചനം റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പല ആൾക്കാരെ കൊണ്ടും സിസ്റ്റർമാരെ കൊണ്ടും അൽമായരെ കൊണ്ടും എല്ലാം വചനം റെക്കോർഡ് ചെയ്യിപ്പിച്ചാണ് കൂടുതൽ ഭാഷകൾ ഇതിൻ്റെ അകത്ത് ആഡായി വന്നത്. നമ്മുടെ പിള്ളേർ നമ്മൾ കൊടുക്കുന്ന ഓരോ ചെറിയൊരു തീ അവരതൊരു വലിയൊരു എന്താ പറയുന്ന ഒരു കാട്ടുതീ പോലെ പടർത്തി ഏറ്റവും നല്ല രീതിയിൽ നല്ല ഫെസിലിറ്റികളുള്ള ഒരു ആപ്പ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ദൈവവചനം ഒന്ന് നമ്മൾ ദൈവവചനത്തിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ മൊബൈൽ 2 സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ അതൊരു ഇമേജായി ഒരു പടമായി മാറി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് 2 ഭാഷയിൽ ഒരേ സമയം ബൈബിൾ വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ബൈബിൾ റീഡിംഗ് പ്ലാനുകളുണ്ട്. നമുക്ക് 365 ദിവസം കൊണ്ട് ബൈബിൾ വായിക്കുക, 6 മാസം കൊണ്ട് ബൈബിൾ വായിക്കുക, പുതിയ നിയമം മാത്രം വായിക്കുക. കുട്ടികൾക്ക് വേണ്ടി ബൈബിൾ വായിച്ചുകൊണ്ട് ബൈബിൾ കേട്ടുകൊണ്ട് അവർക്കിങ്ങനെ ബൈബിൾ വായിക്കാൻ പറ്റും പുസ്തകത്തിൽ നോക്കി. മാതാപിതാക്കൾ ബൈബിൾ ഓൺ ചെയ്തിടുക. അപ്പോൾ പിള്ളേരൊരിക്കലും ടയേർഡാകത്തില്ല. കാരണം അവർ കേട്ടുകൊണ്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരിക്കലും ടയേർഡാകാതെ അവർക്ക് വായിക്കാൻ പറ്റും. പിന്നെ നമ്മളതിനകത്ത് പ്രാർത്ഥനകൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു 1000-ഓളം ബൈബിൾ വചനങ്ങൾ പല തീം അനുസരിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ആണ്, നമുക്ക് ആ ബർത്ത്ഡേയിലുള്ള ഒരു 10-15 ബൈബിൾ വചനങ്ങളുണ്ട് ബർത്ത്ഡേ ആസ്പദമാക്കിയുള്ള. അതിലൊരു ബൈബിൾ വചനം എടുത്ത് നമ്മുടെ കൂട്ടുകാരിയുടെയോ നമ്മുടെ സഹോദരന്മാരുടെയോ ഫോട്ടോ വെച്ച് നമുക്ക് ആ ദൈവവചനം വെച്ച് നമുക്ക് ബൈബിൾ ഷെയർ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ സിറോ മലബാർ, മലങ്കര, ലാറ്റിൻ 3 റൈറ്റ്സിൻ്റെയും വായനകൾ, ഡെയിലി വായനകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഷയിലും, ഈ 44 ഭാഷയിലും നമുക്ക് ഈ വായനകൾ നമുക്ക് കിട്ടും. നമുക്കത് ഉപയോഗിക്കാം. എവിടെയിരുന്നും നമുക്കത് ആക്സസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, നമുക്ക് ആരാധനയുണ്ട്. ലൈവായിട്ട് ഇപ്പം ലോകത്തിൽ 3 സ്ഥലത്ത് നടക്കുന്ന ആരാധന നമ്മളതിൻ്റെ അത് നമ്മുടെ ആപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട്, നമുക്ക് വണ്ടി ഇരുന്നോ ട്രെയിനിൽ ഇരുന്നോ എവിടെ ഇരുന്ന് നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് യേശുവിനെ കാണാം, നമുക്ക് ഈശോയോട് കൂടെ നമുക്ക് സമയം പങ്കുചേരാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ബൈബിൾ ഓൺ ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. 180 മുകളിൽ രാജ്യങ്ങളിൽ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നു. ഏതൊരു സെക്കൻഡിലും നമുക്കതിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ 1000-നും 1500, 2000 ഏർലി മോർണിംഗിലൊക്കെയാണ് 2500, 3000 വരെ ആൾക്കാർ ഒരേ സമയത്ത് വചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഓരോ രാജ്യത്തു നിന്ന് എത്ര പേര് കാണുന്നുണ്ട്, എത്ര പേര് വായിക്കുന്നുണ്ട്, എത്ര പേര് കേൾക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അനലിറ്റിക്സിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലുതാണ്. ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ആൾക്കാർ കയറി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരെ ആൾക്കാർ ബൈബിൾ ഓൺ ആപ്പ് ഉപയോഗിച്ച് വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
തുടർന്ന് കൂടുതലായിട്ടുള്ള പുതിയ ഫീച്ചറുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഫീച്ചറുകൾ ഇപ്പോൾ ആൾക്കാർ ഞങ്ങളോട് ഒത്തിരി ഫീച്ചേഴ്സ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ഫീച്ചറാണ് ഇപ്പോൾ 2 ഭാഷയിലാണ് ഒരേ സമയത്ത് വചനം കമ്പയർ ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അത് 3 5 ഭാഷകൾ വരെ ഒക്കെ ആക്കാവോ അവർക്ക് ഇഷ്ടം. വചനത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനത്തെ ഫീച്ചറുകളൊക്കെ ചോദിച്ചേക്കുന്നത്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നി. കാരണം ബൈബിളോൺ ആപ്പ് സാധാരണക്കാർ മാത്രമല്ല, വചനത്തിൽ റിസർച്ച് ചെയ്യുന്നവരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്.